നമസ്കാരം. ഫൈമോസിസ് അല്ലെങ്കിൽ ടൈറ്റ് ഫോർസ്കിൻ. ഫൈമോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ലിംഗത്തിനഗ്രത്തിലുള്ള ചർമ്മത്തിൻ്റെ ഓപ്പണിങ് ചെറുതായതുകൊണ്ട് തന്നെ പുറകോട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. നോർമലി പെനീസിൻ്റെ ഗ്ലാൻസ് പെനീസിന് പുറകിലേക്ക് ഈ ചർമ്മത്തെ നമുക്ക് മാറ്റാനും മാറ്റി വാഷ് ചെയ്യാനൊക്കെ കഴിയണം. അങ്ങനെ കഴിയാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. ടൈറ്റ് പ്രിപ്യൂസ്, ടൈറ്റ് ഫോർസ്കിൻ എന്നൊക്കെ ഈ കണ്ടീഷൻ പറയാറുണ്ട്. ഈ ചിത്രത്തിൽ ഇതൊരു പ്രിപ്യൂസ്, ഇത് ടൈറ്റായിട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഓപ്പണിങ് വളരെ ചെറുതാണ്. ഈ ഓപ്പണിങ് ചെറുതായതുകൊണ്ട് തന്നെ ഇത് ഈ സ്കിന്നിനെ ഇങ്ങനെ പുറകോട്ട് മാറ്റാൻ പറ്റില്ല. ഈ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ അഗ്രചർമ്മത്തെ പുറകോട്ട് റിട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂഷ്വലി ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ റിട്രാക്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. അതല്ലെങ്കിൽ അതിനടിയിൽ സ്മെഗ്മ, ഒരു ദ്രാവകമുണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പെന്നിൽ നിന്ന് വരുന്ന ചില വസ്തുക്കളുണ്ട്. അതൊക്കെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുക, അതിൻ്റെ സ്പെഗ്മ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അത്തരം അത് അടിഞ്ഞുകൂടിയിരുന്ന് അതിനിടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ബെലനൈറ്റിസും പോസ്റ്റൈറ്റിസും ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ വരുന്നു, ചൊറിച്ചിൽ, വേദന, പിന്നെ സ്കിന്ന് വിണ്ട് കയറി പൊട്ടുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ പലപ്പോഴും സർക്കംസിഷനാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള ഫൈമോസിസ് എന്നുള്ള കണ്ടീഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ, ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സർക്കംസിഷൻ തന്നെയാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസാണ് സാധാരണ വരുന്നത്? ഒന്ന്, ഈ അഗ്രചർമ്മത്തിനെ പുറകോട്ട് മാറ്റാൻ ടൈറ്റായിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ ഒരു ഉദാഹരണത്തിൻ്റെ സമയത്തോ അല്ലാത്തപ്പോഴോ ചില വ്യക്തികൾ വളരെ ബലമായിട്ട് പിടിച്ച് പുറകോട്ട് മാറ്റാൻ നോക്കാറുണ്ട്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ആ സ്കിന്ന് പുറകോട്ട് മാറിയിട്ട് ഒരു ബാൻഡ് പോലെ ഗ്ലാൻസ് പെനീസിന് പുറകുവശത്ത് ഇതുമാതിരി ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കും. ഇനി വളരെ ടൈറ്റായിട്ടുള്ള ഫോർസ്കിന്നുള്ള ഒരു വ്യക്തി ചിലപ്പോൾ സെക്ഷൽ എൻകൗണ്ടറിൽ, ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇടപെടുന്ന സമയത്ത് ആ സ്കിന്ന് തനിയെ പുറകോട്ട് മാറിപ്പോവാം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരു ബാൻഡ് പോലെ ഫോം ചെയ്യുകയും പിന്നീട് അത് ബലൂൺ പോലെ അങ്ങ് വീർത്ത് വരും, ഇൻഫ്ലെയിംഡായിട്ട് വീർത്ത് വരും, നല്ല വേദന, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി സർക്കംസിഷൻ ചെയ്യേണ്ട കണ്ടീഷനുണ്ട്. തനിയെ തിരിച്ച് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിടാൻ പറ്റാത്ത അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. ആ ഒരു കണ്ടീഷന് പാരാഫൈമോസിസ് എന്നാണ് പറയുന്നത്. ഫൈമോസ് ഉണ്ട്, അത് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ച് പുറകോട്ട് വന്ന സ്കിൻ നോർമൽ സ്ഥാനത്തേക്ക് വരാൻ വയ്യാത്ത അവസ്ഥയ്ക്കാണ് പാരാഫൈമോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബലൂണിങ് ഓഫ് പ്രിപ്യൂസ്. ഇത് കുട്ടികളിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. കാരണം ഈ അഗ്രചർമ്മം ഇങ്ങനെ നീണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ യൂറിൻ ആ സ്കിന്നിനുള്ളിൽ കെട്ടി നടന്നിട്ട് തൽക്കാലം അത് വീർത്തിരിക്കുകയും പിന്നെ ആ യൂറിൻ കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇത് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള കണ്ടീഷനാണ്. പിന്നെ ചില കുട്ടികൾക്ക് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഈ അഗ്രചർമ്മത്തിനുള്ളിൽ മൂത്രം കെട്ടി നിൽക്കുന്നു, അഴുക്കടിഞ്ഞ് നിൽക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ സ്മെഗ്മ, ആ സ്കിന്നിനെ പുറകോട്ട് മാറ്റി വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആവർത്തിച്ച് പെനീസിൻ്റെ സ്കിന്നിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് എറിത്രോപ്ലേസിയ. ഇതൊരു പ്രീ മാലിഗ്നൻ്റ് ലീഷൻ എന്ന് പറയും. അതായത് ഒരു ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള ചില കണ്ടീഷനാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അവിടെ ആ ബോഡിയിൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് ആ പെനീസിൻ്റെ സ്കിന്നിലും ടിഷ്യൂസിലൊക്കെ കാണാൻ പറ്റും. ഈ തരത്തിൽ ഡിസ്കളറേഷൻ വന്നു, ചേഞ്ചസ് വരുന്നു. ഇത് ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ട് മാറാം. അതിൻ്റെ ഒരു ക്യാൻസറിൻ്റെ മുൻപുള്ള ഒരു സ്റ്റേജാണ്. പിന്നെ ഇതിൻ്റെ മാലിഗ്നൻസി എന്ന് പറയുന്നത് മറ്റൊരു കണ്ടീഷനാണ്. അത് കോംപ്ലിക്കേഷൻ വരുമ്പോൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫൈമോസ് ഉള്ള എല്ലാവർക്കും ക്യാൻസർ ആകണം എന്നല്ല അർത്ഥം. കുറേ കാലം കഴിയുമ്പോൾ ഇൻഫെക്ഷൻസൊക്കെ വന്ന് ചില വ്യക്തികൾക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഫൈമോസിസ് ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് പ്രോബ്ലം ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർക്കംസിഷൻ ചെയ്യേണ്ടതാണ്, അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സർക്കംസിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, സെക്ഷൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെയും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.